ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്ഷൻ ബൈയിങ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ് പഠിക്കാൻ പറ്റത്തില്ലേ, അതോ എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നതെന്നാണ് പുള്ളി ചോദിച്ചത്. അതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഓപ്ഷൻ ബൈയിങ് എന്നുള്ളത് പക്കാ ക്ലിയർ ആയിട്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വീഡിയോ കണ്ടു നോക്കുക. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞ് കൂടുതൽ ആൾക്കാർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് ലോസ് വരുന്നൊരു മേഖലയാണ്. അതായത് ഒരു 1000 പേര് എടുത്തു കഴിഞ്ഞാൽ 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബൈയിങ് പ്രോഫിറ്റുള്ള ആളുള്ളൂ. കിട്ടിയിട്ട് അതാണ് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ റിയാലിറ്റി. അപ്പം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്ര എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. എഫേർട്ട് എന്ന് വെച്ചാൽ വെറും ഫൈനാൻഷ്യൽ രീതിയിലുള്ള എഫേർട്ട് മാത്രമല്ല, മെൻ്റലി അയാൾക്ക് സ്റ്റെബിലിറ്റി വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. ഓപ്ഷൻ ബൈക്കിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അത്രയും ബുദ്ധിമുട്ട് പിടിച്ചൊരു മേഖലയാണ് ഓപ്ഷൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞത്. പ്രോഫിറ്റബിൾ ആകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു 1000 പേര് എടുക്കുമ്പോൾ 1-2 ആൾക്കാർ ഭയങ്കര പൊട്ടൻഷ്യൽ ആൾക്കാരാണ്. അവരുടെ ഉള്ളിലുള്ളൊരു കഴിവ് അവർ എക്സ്പ്ലോർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലും ഓപ്ഷൻ ബൈക്കിൽ പോലും പല ആൾക്കാർക്ക് വിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഓപ്ഷൻ ബൈക്കിൽ ആൾക്കാർ വിൻ ചെയ്യുന്നില്ലെന്നല്ല, ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബൈക്കിൽ വിൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ബൈക്കിനെ അത്ര പ്രൊമോട്ട് ചെയ്യാത്തത്. മെജോറിറ്റി ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനകത്ത് പറഞ്ഞത്. അതായത് പ്രോഫിറ്റോട് അല്ലാത്ത ആൾക്കാരെ പ്രോഫിറ്റോട് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ തെറ്റായുള്ളൊരു, നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു സെഗ്മെൻ്റാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിർത്തിയിട്ട് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ വിന്നിങ് സാധ്യതയുള്ളൊരു സെഗ്മെൻറ്റോട് നിങ്ങൾ മാറുക. അതാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചത്. അതായത് ഓപ്ഷൻ ബൈയിങ് ആർക്കും പറ്റത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓപ്ഷൻ ബൈയിങ് എടുക്കുന്ന അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോക്സിനകത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അതായത് 1% ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും 1% ആൾക്കാർ മാത്രമേ വിജയിക്കത്തുള്ളൂ. ബാക്കി 90% ആൾക്കാരും സ്വാഭാവികമായിട്ട് അവിടെ ലോസ് അടിച്ച് കിടക്കത്തേ ഉള്ളൂ. അതായത് സാധാരണ നോളജ് ഉള്ള ഒരാൾക്ക് പോലും ഷെയർ മാർക്കറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാനലിലോട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിൽ പറയുന്നത്. പക്ഷേ എക്സെപ്ഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഏത് മേഖലയാണെന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബൈയിങ് ആയിക്കോട്ടെ, ഓപ്ഷൻ സെല്ലിംഗ് ആയിട്ടുള്ള ഏത് മേഖലയാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ അതിൽ ഒരാളാകോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കഴിവ് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിങ് ആണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിങ്ങിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000-ൽ ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും സ്റ്റോക്സിനകത്ത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ സ്റ്റോക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 100 പേരെ കൺസിഡർ ചെയ്യുന്നു. 100 പേര് സ്റ്റോക്സ് ചെയ്യുന്നു, 100 പേര് ഓപ്ഷൻസ് ചെയ്യുന്നു. ഇതിൽ ഏത് കാറ്റഗറി ആൾക്കാർക്കാണ് കൂടുതലും പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോക്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കാരണം അവിടെ ഒരു 70% ആൾക്കാരും പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരു 10% അല്ലെങ്കിൽ അതിൽ താഴെയുള്ള % ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അവിടെ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും അവർ വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 10% ആണോ അതോ 90% ആണോ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു പാത്തിലൂടെ ആൾക്കാരെ കൊണ്ടുപോകുക. അതായത് ഓപ്ഷൻസ് തന്നെ ചെയ്ത് പൈസ കളഞ്ഞ ആൾക്കാർ കാണുമായിരിക്കും. ഏത് സെഗ്മെൻറ്റ് ട്രേഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാർ കാണും. നിങ്ങളുടെ സൈക്കോളജിയിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റുകൾ ആകാൻ പറ്റുന്ന ആൾക്കാർ കാണും. അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആകും എന്നോർത്താണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ അതുപോലത്തെ ആൾക്കാരെ, ഒരു ബിഗിനർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാർക്ക് ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് ഒന്ന് കറക്ഷനൊക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് മൈൻഡ് സെറ്റൊക്കെ റെഡിയാക്കി പ്രോഫിറ്റുകളാകാൻ പറ്റുന്ന മെത്തേഡ്സാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ പറയുന്നത്. അപ്പം ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഹ്യൂജ് റിസ്ക് ആണ്. അതിൻ്റെ വിന്നിങ് റേഷ്യോ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഓപ്ഷൻ ബൈയിങ് പ്രൊമോട്ട് ചെയ്യാതെ. പക്ഷേ ഓപ്ഷൻ ബൈയിങ് ചെയ്താൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമുക്ക് ഏത് സെഗ്മെൻറ്റാണ് ചേരുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തുക. പക്ഷേ ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന പോലും കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റോക്സിനകത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് മാത്രം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ സ്റ്റോക്സ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോസ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റുകൾ ആകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഇൻകം കിട്ടുകയും ചെയ്യും. മറ്റേ സൈഡിൽ കൂടെ കുറച്ച് ഓപ്ഷൻസ് ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഓപ്ഷൻ ബൈയിങ് തീരെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല എന്ന സെഗ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ ബൈയിങ്ങിന് നമ്മൾ ഒരുപാട് ഇമോഷണലി സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകാതെ ഓപ്ഷൻ ബൈയിങ്ങിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. സ്റ്റോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് കുറവായിട്ട് തന്നെ നമുക്ക് ഒത്തിരി ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല സ്റ്റോക്സ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഓപ്ഷൻ ബൈയിങ് അങ്ങനെയല്ല. ഇമോഷണൽ നമ്മളെ പുറകോട്ട് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓപ്ഷൻ ബൈയിങ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് കൂടുതൽ ആൾക്കാർക്കും വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ കൂടുതൽ എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്സിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കാണിച്ചത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. സ്റ്റോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലിമിറ്റഡ് ലോസുകളൊക്കെ വരത്തുള്ളൂ കമ്പാരിറ്റീവ്ലി ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ലിമിറ്റഡ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു വർഷം 2 വർഷം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് പ്രോഫിറ്റോടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പക്ഷേ ഓപ്ഷൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻസ് നിങ്ങൾ ഒരു വർഷം 1.5 വർഷമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് സ്റ്റോക്സിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 2 കൊല്ലമൊക്കെ ലോസായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, അവരുടെ ഓപ്ഷൻസിൽ എടുത്ത ലോസ് നോക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങളായിരിക്കും. പക്ഷേ സ്റ്റോക്സിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നഷ്ടം കാണത്തില്ല. അതായത് പണി പഠിക്കാൻ ഏറ്റവും അടിപൊളി സ്റ്റോക്സാണ്. പിടികിട്ടിയോ? സ്റ്റോക്സിനകത്ത് നിങ്ങൾ കൈ തെളിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ കാണാൻ തുടങ്ങിയ ശേഷം നിങ്ങളുടെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ഒക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസോ എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റോക്സാണ് ബെറ്റർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഓപ്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കൊന്നുമില്ല, ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കൃത്യമായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, നമ്മൾ ഏത് മുഖേനയാലും ഷെയർ മാർക്കറ്റ് ഓപ്ഷൻസ് ചെയ്താലും ശരി, സ്റ്റോക്സ് ചെയ്താലും നമുക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി. അപ്പം കൂടുതൽ ആൾക്കാർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴിയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ഒരു 90% ആൾക്കാർക്കും സ്റ്റോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10% ആൾക്കാർ ലോസ് പോകും, എന്നാലും വിന്നിങ് പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂടുതൽ സ്റ്റോക്സിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്സാണ് ചെയ്യുന്നത് നല്ലതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ റിസ്ക് ടോളറൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പോൾ ഇട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ലോ റിസ്ക് ആണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യമുള്ളത്. അപ്പോൾ കൂടുതലും ലോ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എൻ്റെ ഓഡിയൻസ്. അപ്പോൾ അവർക്ക് ഞാൻ ഒരിക്കലും ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, പിടികിട്ടി. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്സ് സജസ്റ്റ് ചെയ്തത്. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോ റിസ്ക് ആണ് വെൻ കമ്പയർ ടു ഓപ്ഷൻസ്. പക്ഷേ റിസ്ക് ഉണ്ട്, എന്നാലും ഓപ്ഷൻസിന് അത്ര റിസ്ക് ഇല്ല. പക്ഷേ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഓപ്ഷൻസിനേക്കാൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞത്, പിടികിട്ടിയോ? അതുകൊണ്ട് ഓപ്ഷൻസ് കൈവെക്കുന്നത് കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളതുകൊണ്ട്. കൂടുതൽ ആൾക്കാരുടെ പൈസ പോകാതെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസിലോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈങ് വെച്ച് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നിങ്ങളുടെ സ്കില്ലിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറയാം. നമ്മൾ സ്കൂളിലൊക്കെ ടോപ്പർ ആയതുകൊണ്ടോ കോളേജിൽ ടോപ്പർ ആയതുകൊണ്ടോ ഒന്നും നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് വിൻ ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. അതായത് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ജന്മനാ കുറച്ച് വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുള്ള ആളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്കൊരു നല്ലൊരു ആർട്ടിസ്റ്റായി മാറാൻ പറ്റും. പക്ഷേ ജന്മനാ വരയ്ക്കാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ മറ്റേ ആൾ ഇടുന്നതിനേക്കാൾ 10 100 ഇരട്ടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. പക്ഷേ 2 പേർക്കും പറ്റും, പക്ഷേ മറ്റേ ആൾ ഇടുന്ന എഫേർട്ട് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് ഓപ്ഷൻ ബൈങ്ങിൻ്റെ കേസിലും. അതായത് ജന്മനാ കുറച്ച് കഴിവുള്ള ആൾക്കാരുണ്ട്, അതായത് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, അതൊക്കെ ചിലർക്ക് ജന്മനാ ഉള്ള സംഭവമാണ്. ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ 100 പേരുടെയും ഇതുപോലത്തെ കഴിവുകളൊക്കെ വേരി ചെയ്തിരിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ അക്കാഡമിക് ബേസിലാണ് സംസാരിക്കുന്നത്. അതായത് ക്ലാസ്സിൽ 90% മേളിൽ മാർക്ക് മേടിക്കുന്ന പിള്ളേരെല്ലാം നല്ല പിള്ളേരാണ്, 50% മേളിൽ താഴെ മേടിക്കുന്ന പിള്ളേരെല്ലാം ഭയങ്കര മോശം പിള്ളേരാണെന്ന് നമ്മുടെ അക്കാഡമിക് സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. നമ്മുടെ അക്കാഡമിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഒരുപാട് ഇൻബോൺ ആയിട്ടുള്ള കഴിവുകളുണ്ട്. ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഒരാളുടെ അനലിറ്റിക്കൽ സ്കിൽ എത്രമാത്രം ഉണ്ടെന്നോ അല്ലെങ്കിൽ അയാളുടെ മാത്തമാറ്റിക്കൽ സ്കിൽ എത്രമാത്രം നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല. പടം വരയ്ക്കുക, പാട്ട് പാടുക, ഇതൊക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഒരാൾ നല്ലൊരു പാട്ട് പാടും, ഒറ്റയടിക്ക് അയാൾക്ക് നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് അറിയാൻ പറ്റും. ഒരാൾ ഡ്രോ ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് നല്ല വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അയാളുടെ അനലിറ്റിക്കൽ സ്കിൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മാറി മാറി ഇരിക്കും. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്രമാത്രം ഇതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു 1000 പേര് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1000 പേർക്ക് ഒരുപോലെ ആയിരിക്കത്തില്ല. അതിനകത്തും പ്രഗത്ഭരായിട്ട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഓപ്ഷൻ ബൈങ് പെട്ടെന്ന് മറ്റുള്ള ആൾക്കാർ ഇടുന്ന അത്ര എഫർട്ട് ഇടാതെ തന്നെ അവർക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ബൈങ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത്രയും പ്രഗത്ഭരായിട്ട് ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബൈങ് എന്ന് പറഞ്ഞ സംഭവം പല ആൾക്കാർക്കും വർക്കൗട്ട് ആകാതെ പോകുന്നത്. പക്ഷേ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഇത്രയും വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും കുറച്ചൊക്കെ കഴിവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ച് നൈസായിട്ട് അവർക്ക് നല്ല റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്റ്റോക്സിൽ കൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം മെജോറിറ്റി ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡ് സ്റ്റോക്സ് തന്നെയാണ്, പിടികിട്ടി. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്സ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പം കുറച്ച് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് പേഷ്യൻസിനെ പറ്റി പറഞ്ഞു, ഡിസിപ്ലിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്തെല്ലാം മെയിനായിട്ട് വേണ്ട ഒരു സംബന്ധിച്ച പ്ലാനിങ് ആണ്. നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സാധനം എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നല്ല പ്ലാനിങ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ല. അതൊരു ഫാക്റ്റാണ്. ലൈഫിൽ എല്ലാ കാര്യം നല്ലപോലെ പ്ലാൻ ചെയ്യാനുള്ളൊരു കഴിവുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഷെയർ മാർക്കറ്റ് വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. പ്ലാൻ യുവർ ട്രേഡ്സ് ദെൻ ട്രേഡ് യുവർ പ്ലാൻ, അതല്ല ഷെയർ മാർക്കറ്റിൽ പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. നിങ്ങളുടെ ഷെയർ മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ അതിനേക്കാൾ അടിപൊളിയായിരിക്കും. കാരണം ഇതിനേക്കാൾ വലിയ മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം വേറെ ഇല്ല. അതുകൊണ്ട് ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.